എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വ്യത്യസ്തമായി എങ്ങനെ ബീഫ് കുക്ക് ചെയ്യാം എന്ന് നോക്കാം. എന്നും ഒരേ രീതിയിൽ തന്നെ കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തത വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതിനായി കഴുകിയെടുത്ത ബീഫിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ എന്നും ബീഫ് കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ചധികം മഞ്ഞൾപ്പൊടി തന്നെ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കൂട്ടിനും നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതും കൂടെ അറിഞ്ഞ് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സംതൃപ്തി തോന്നും. മഞ്ഞൾപ്പൊടി ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കാനും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. മല്ലിപ്പൊടിയും ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. മല്ലിപ്പൊടിയിൽ ഏറെ ആൻറ്റി ഓക്സിഡന്റുകൾ ഉണ്ട്. മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതിനും മല്ലിപ്പൊടി ഏറെ ഉപകാരമാണ്. പോഷകാകിരണം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം വയർ വീർക്കുന്നതും കുറയ്ക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതും അതുപോലെ തന്നെ ഇഞ്ചി ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ ഇല്ലായ്മ ചെയ്യാനും സഹായിക്കും. 1/2 ടീസ്പൂൺ ഉലുവയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉലുവയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. ഉലുവ പ്രമേഹം നിയന്ത്രിക്കാനും മോശം കൊളസ്ട്രോളിനെ ഇല്ലായ്മ ചെയ്യാനും ഉലുവയും സഹായിക്കുന്നു. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണവും കൂടി അറിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഒരുപാട് തൃപ്തി തോന്നും. ഒന്നും അറിയാതെ കഴിക്കുന്നതിലും നല്ലത് എല്ലാം അറിഞ്ഞ് സമാധാനത്തിൽ കഴിക്കുന്നതല്ലേ. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. മുന്നേ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, പച്ചമുളക് എന്നിവയും കൂടി ആഡ് ചെയ്യാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ വലിയ ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാവൂ. നമ്മൾ വലിയ ഉള്ളിയെ വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഒന്ന് മുരിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് സ്റ്റീം ചെയ്ത് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ രുചി ഏറെ കൂടും. വലിയ ഉള്ളിയും തക്കാളിയും ഒന്ന് കുക്കായി വന്നതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിലെ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വരുന്ന ഒരു പ്രത്യേക തരം സ്മെല്ല്, എന്താല്ലേ. പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇത് കാണുമ്പോൾ എന്നോട് ക്ഷമിക്കണേ. നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ചാറോട് കൂടി വേണമെങ്കിൽ അത് നന്നായി വെട്ടി തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്കിത് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടോ ഒക്കെ ഒന്ന് വേവിക്കാം. അപ്പം എങ്ങനെ, നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഈ രീതിയിൽ കുക്ക് ചെയ്തത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയിക്കണം. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.